എല്ലാരും ചിരിപ്പിക്കണ ചിരിയുടെ രാജാക്കന്മാരുടെ കൂടെയുള്ള നമ്മളുടെ ഒരു കോമ്പിനേഷനാണ്. തിയേറ്ററിൽ കയറി ഒരു സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് തരും എന്നല്ലേ. മറ്റന്നാൾ ഇന്റർവ്യൂ വെച്ചാൽ മതിയായിരുന്നു. ഹായ്, നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേണ്ട 150ാമത്തെ ഒരു ഫാമിലി ഹിറ്റ് മൂവി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് കഥാപാത്രങ്ങളുണ്ട്. അന്നയും അന്നയുടെ മമ്മി ജെസിമമ്മി. അതിൽ ജെസിമമ്മിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ജെസിമമ്മി, വെൽക്കം. ഹായ്, നമസ്കാരം. അതിന്റെ സ്വന്തം പേര് ലതാദാസ് അല്ലേ? എൻ്റെ പേര് ലതാദാസ് എന്നാണ്. നിങ്ങളുടെ സ്വന്തം ജെസിമമ്മി. എന്നാലും എൻ്റെ ജെസിമമ്മി, ഈ മമ്മീനെയാണോ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടത്? എന്തേ തിയേറ്ററിൽ ഇഷ്ടമായില്ലേ? തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ചോദിച്ചാൽ കുറച്ച് പ്രായമൊക്കെ പ്രതീക്ഷിച്ചു. ഇത് വന്നു കയറിയപ്പോ ഒരു മോഡൽ വന്നിരിക്കുന്ന പോലെ. ഞാൻ ജെസിമമ്മി ഇത് തന്നെയാണോ? ചോക്ലേറ്റ് പിന്നെ തരാം. ചോക്ലേറ്റ് വേറെ കാണിച്ചോളാം. എന്നാലും പറ, എന്നാലും അങ്ങനെ ഈ ഒരു ലുക്ക് വെച്ചിട്ട് അമ്മയായിട്ട് അഭിനയിക്കാനുള്ളത് ഗട്ട്സ് അപ്പുറത്ത് വന്നു. ശരിക്കും എൻ്റെ ഒരു ഏജ് എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ട് എനിക്ക് അമ്മ കഥാപാത്രങ്ങളാണ് അധികം കിട്ടിയത്. പിന്നെ ഇപ്പോൾ ഒരു ASP ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ജെസിമമ്മി. ഇത് പ്രേക്ഷകരെല്ലാം അങ്ങ് ഒറ്റയടിക്കുകയും ഏറ്റടിക്കുകയും ചെയ്തു അല്ലേ? ഈ ജെസിമമ്മിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതായിട്ട് കുറച്ചൊക്കെ ഒരു സാമ്യതയുണ്ട്. ഒരു എന്നെ ഹസ്ബൻഡ് ഒരു ട്യൂബ് ലൈറ്റ് എന്ന് വിളിക്കും. ഏകദേശം ആ ഒരു ക്യാരക്ടർ തന്നെയാണല്ലോ ഇതിലെ ജെസിമമ്മി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം അത്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ സിനിമ തുടങ്ങുന്നത് ഫസ്റ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചേച്ചി പറഞ്ഞിരുന്നു തിയേറ്ററിൽ കയറി ഒരു സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് തരും എന്നല്ലേ? ആണ്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ ഈ കഥാപാത്രം, മീൻസ് ആരായിട്ട് അതിൽ അഭിനയിക്കുന്നത്. പക്ഷെ അത് പറയാൻ പറ്റിയ ഒരു ഇതല്ല. നമ്മൾ സിനിമ കണ്ട് അവിടെ വെച്ചിട്ട് തന്നെ അറിയേണ്ട ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് പേരുടെ കഥാപാത്രങ്ങളെ ഹൈഡ് ചെയ്ത് വെച്ചു. നമ്മുടെ നായിക ചിഞ്ചു, അന്ന, ജെസിമമ്മി, ഇവരൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചേക്കും. അന്നോട് വന്നിരുന്നു, പക്ഷെ ആ പാട്ട് വന്നിരുന്നു, പോസ്റ്ററിൽ വന്നിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഇത് തന്നെയാണ് നായിക. എന്നാലും ചിഞ്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സ്ട്രീംലി ഇതായി പോയി. അതുപോലെ തന്നെയാണ് ജെസിമമ്മിയുടെ ഒരു ഹിറ്റ്, ഒരു മാരക ഒരു എക്സ്പ്രഷനും വല്ലാത്തൊരു ടെസ്റ്റ്. നമ്മൾ ഇന്റർവെൽ വരെ എങ്ങനെ ഇരുന്നിട്ട് ഇന്റർവെൽ നമ്മൾ എൻ്റെ അമ്മോ ഇതെങ്ങോട്ടാണ് ഈ കഥ, ആ ഒരു ലെവലിലേക്ക് പോയി. മീൻസ് ഇന്റർവെൽ കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി വേറെ ഇതിലേക്ക് അങ്ങ് പോയി. അത് ആ ഒരു ഫുൾ ഫ്ലോയിനെ ഒറ്റയടിക്ക് ബ്രേക്ക് ഇട്ട് നിർത്തുന്ന ഒരു ട്വിസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു വിശേഷത്തിൽ തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു ദിലീപേണ്ട 150ാമത്തെ ചിത്രത്തിൽ ഇത്ര വലിയ ട്വിസ്റ്റ് ആയിട്ട് വന്നപ്പോൾ? ഈ ചിത്രത്തിലേക്ക് ഒന്നാമത് മാജിക് ഫ്രെയിംസിൻ്റെ ഒരു 30ാമത്തെ പടം, ദിലീപേട്ടൻ്റെ 150ാമത്തെ പടം, മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു ബാനർ. എന്നെ ആക്ച്വലി ഈ പടത്തിലേക്ക് വിളിച്ചത് ബിനോയ് നമ്മാലയാണ്, കാസ്റ്റിംഗ് ഡയറക്ടർ. അന്ന് പറഞ്ഞത് ഒന്ന് മീറ്റ് ചെയ്യണം ചേച്ചി എന്നാണ് പറഞ്ഞിട്ടുണ്ടായില്ല, ഓഡീഷൻ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അവിടെ ചെന്നപ്പോഴാണ് അത് ഓഡീഷനാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ അന്നത്തെ പ്രതീക്ഷിക്കാണ്ട് നമ്മളൊരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു ചേച്ചി ഇത് നമുക്ക് ഇത് ഇവിടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഓഡീഷൻ പോകണം. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ആ ഹാളിൽ ചെന്നപ്പോൾ ഷാരിസ്ക എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ കേട്ടോ, എന്നേലും ചെറുപ്പം. പിന്നെ ബിൻഡോ സാറുണ്ട്. ബിൻഡോ സാറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞൊരു ഫാമിലി ആയിരുന്നു. ഈ മാജിക് ഫ്രെയിമിൻ്റെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫാമിലി പോലെ തന്നെ. ചെന്ന പക്ഷേ ആദ്യം ഡയറക്ടർ ചോദിച്ചു ഫുഡൊക്കെ കഴിച്ചോ? അപ്പം തന്നെ നമ്മൾ കംഫർട്ടബിളായി. പിന്നെ ഷാരിസ്ക എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം, ആൾ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, ജനഗണമന, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം നമ്മളോട് ഈ കഥാപാത്രം പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മളത് ചെയ്യുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആളുടെ കണ്ണിൽ നോക്കിയാൽ മതി. ആളുടെ കണ്ണിലാണ് എല്ലാ എക്സ്പ്രഷനും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഓക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കൂടി എന്നെ വിളിച്ചു. അങ്ങനെ 4 മീൻസ് ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഈ റോള്, ഇത്രയും കീ റോളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇതാക്കിയിട്ട് പിന്നത്തെ 2 ദിവസം ഉണ്ടായത് മീനാക്ഷിയുടെ കൂടിയും വേറൊരു കുട്ടിയുടെ കൂടെയുള്ള ഓഡീഷനായിരുന്നു. അങ്ങനെയാണ് ഇത് കൺഫേം ചെയ്ത്. ഇതിലുള്ള എല്ലാ ഭാഗങ്ങളും എന്നെ കൊണ്ട് അന്ന് അവർ ഓഡീഷനിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഷൂട്ടിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല പ്രിൻസ് ദിലീപേട്ടനാണെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഞാൻ ഓഡീഷനിൽ ചെന്നപ്പോൾ അവിടെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു ദിലീപ് പടമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ദിലീപ് പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒന്ന് കാണാൻ പറ്റുമോ അങ്ങനെയാ മനസ്സിലുണ്ടായി. പിന്നെ ഇത് ദിലീപേട്ടൻ്റെ കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ദിലീപേട്ടൻ്റെ കൂടെയാണ് ഭാഗ്യം പറഞ്ഞു. പക്ഷെ
സ്പോയിലർ ആയി പോകും. കണ്ട് കാണാത്തവർക്കൊരു ഇതുള്ളതുകൊണ്ട് നമുക്കത് മൊത്തത്തിൽ പറയാനും പറ്റത്തില്ല. എനിക്ക് വന്ന കോമ്പിനേഷൻസ് ജോണി ആന്റണി സാറും ദിലീപ് ഏട്ടനും പിന്നെ മീനാക്ഷിയായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും അതൊരു ടാസ്ക്കാണ്. എന്താ വെച്ചാൽ എല്ലാവരും ചിരിപ്പിക്കണ ചിരിയുടെ രാജാക്കന്മാരുടെ കൂടെയുള്ള നമ്മളുടെ ഒരു കോമ്പിനേഷനാണ്. നമ്മളതിന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അത് സിനിമേനെ മൊത്തം ബാധിക്കും. അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഷാരിസ്ക നമ്മളെടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്നെ ലൊക്കേഷനിൽ എല്ലാവരും ജെസി മമ്മി എന്ന് തന്നെ വിളിക്കും. ഇപ്പോഴും ഇത് ജോണി ചേട്ടനാണ്. തിയേറ്ററിൽ പോകുമ്പോഴും ജെസി മമ്മി എന്ന് വിളിച്ച് ഞാൻ കണ്ടു. നമ്മൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ എല്ലാവരും ജെസി മമ്മി എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, അവരത്രയും അവരെ ഏറ്റെടുത്തു എന്ന് അറിയുമ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഷാരിസ് ഖാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. ഇപ്പോൾ ഷാരിസ് ഖാൻ ക്യൂവിന് ജനഗണമന ഒരു മലയാളി എന്ന് പറഞ്ഞ ഒരു ദിവസം എന്താ കുറെ പൊളിറ്റിക്സ് പച്ചയ്ക്ക് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു കീ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടെൻഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? അങ്ങനെ എനിക്ക് തോന്നിയില്ല സത്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ സമയത്ത് എന്നെ കൊണ്ട് ഇവർ ചെയ്യിച്ചു നോക്കി ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഷാരിസ്ക അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതേപോലെ ഈ ഓഡീഷൻ നടക്കുന്ന സമയത്ത് ആൾ കൂടെ നിന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഓരോ ഇത് എത്തുമ്പോൾ പറയും ഇത്തിരി കൂടി മീറ്റർ കൂട്ടി പിടിക്കുക, ഇത്തിരി കുറച്ച് പിടിക്കുക. അങ്ങനെ എൻ്റെ അടുത്തു നിന്നല്ല എല്ലാവരുടെ അടുത്തും ബിൻഡോ സാറും ഷാരിസ്കൻ നിന്ന് ഇതിൽ കുറച്ച് പേരാണ് മീൻസ് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ, കുറേ പേര് പുതുമുഖങ്ങൾ വന്നിക്കണതാണ്. അപ്പം അവരൊക്കെ അത്ര അവർ എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഓരോ സീനും അത് അത്ര പെർഫെക്റ്റ് ആയാൽ മാത്രമേ അത് ഓക്കെ പറയുള്ളൂ. പക്ഷെ അത് നമ്മളാരും അങ്ങനെ ടെൻഷൻ ആക്കിച്ചിട്ടല്ല, ഇത്തിരി കൂടി നമുക്ക് കൂട്ടിപ്പിടിച്ചാലോ മമ്മി അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൂളാണ്. അല്ലാണ്ട് അതങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് അങ്ങനെ പറയുമ്പോൾ ടെൻഷനാണ്. ഇത് ഭയങ്കര കൂളാക്കിയിട്ടാണ് നമ്മളെ എല്ലാം ചെയ്യിച്ചു, എന്നെ എന്നല്ല എല്ലാവരും. ആ ഒരു ഫാമിലിയുടെ ഒരു കംഫർട്ട് സോൺ നമുക്ക് ഇന്നലെ സക്സസ് മീറ്റിൽ കാണാൻ പറ്റും. ധ്യാൻ ചേട്ടനെ കട്ട് ചെയ്ത സീനുകളൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെയുള്ള പിന്നെ അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു കുടുംബത്തിൽ നമ്മൾ എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്താലാണ് അത് സക്സസ് ആവും. അതുപോലെ തന്നെ ഈ മാജിക് ഫ്രെയിംസിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇതിലത്തെ AD-കൾ, അസോസിയേറ്റ്, ക്യാമറ, അവരെല്ലാവരും ഭയങ്കര ഷൂട്ടിന്റെ സമയത്ത് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ആളധികം ഒന്നും സംസാരിക്കില്ല, പക്ഷെ ആള് വന്നെല്ലാം നോക്കി എല്ലാവരും കംഫർട്ടബിൾ ആക്കിയിട്ട് ആള് പോകും. അപ്പൊ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ട്. നമ്മളുടെ കുടുംബത്തിലെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു കാര്യം ചെയ്താൽ അത് സക്സസ്സിൽ എത്തണ പോലെ തന്നെയായിരുന്നു മാജിക് ഫ്രെയിംസിന്റെ കാര്യത്തിലും. എല്ലാവരും ടീബോയ് അടക്കം തൊട്ട് ഡയറക്ടർ വരെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും അതേ ഒരു ഇതിൽ നിന്നിട്ട് അത്ര ദിവസവും വർക്ക് ചെയ്ത് അത് സക്സസ് ആക്കി മാറ്റിയത്. എനിക്കും ചേച്ചിയുടെ ഈ ഒരു സിനിമ പറയുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ചെയ്തായിരുന്ന ഫ്രെയിമുകൾ മൊത്തം ദിലീപ് ഏട്ടൻ, ജോണി ചേട്ടൻ, ഇല്ലെങ്കിൽ മഞ്ജു ചേച്ചി, ഈ ഒരു സർക്കിളാണ് നിൽക്കുന്നത്. നമുക്ക് എന്താ കോമഡി, ഇമോഷൻ ഏത് സീക്വൻസ് എടുത്താലും അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അതൊരു ടാസ്കും കൂടിയാണ്. ഇവരൊക്കെ അവരോടൊപ്പം നമ്മൾ നിൽക്കണം. ഞാനിങ്ങനെ തമാശ ചെയ്യണ ഒരു കോമഡി ചെയ്യുന്ന റോൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇറങ്ങിയ രേഖാചിത്രത്തിൽ അനശ്വരരാജന്റെ അമ്മയായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഗുരുവായൂരമ്പല നടയിൽ ഒരു ചെറിയ കോമഡി ഉണ്ടായിരുന്നു. പിന്നെ കഥ ഇന്നുവരെ അത് ഇത്തിരി സീരിയസ് തന്നെയായിരുന്നു ഇതുവരെ. അതൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ ഇവരൊപ്പം നമ്മൾ പാളിയ ആ ഒരു ഇത് പോവും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പൊ ദിലീപേട്ടനായാലും ജോണി ചേട്ടനായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിൽ നമുക്ക് നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും തോന്നില്ല കേട്ടോ. നമ്മളെ പ്രിൻസിന്റെ ഇത്രയും വലിയ വിജയത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആയിക്കോട്ടെ. അപ്പോൾ വന്ന വഴി, അതായത് ഫസ്റ്റ് ഫിലിം 369 അല്ലേ? അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് ഇനി തിരിച്ച് പ്രിൻസിലേക്ക് എത്താം? ആയിക്കോട്ടെ. ഞാൻ 15 വർഷമായിട്ട് ദുബായിലായിരുന്നു. അവിടെ ഫിനാൻസ് മാനേജറായും HR മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഫാത്തിമ മേരി ഒരു ഫിലിം എടുത്തു, 369 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് എനിക്കൊരു അവസരം തന്നു, ഒരു 4 സീൻ ചെയ്യാനായിട്ട്. അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ സിനിമ. അല്ലപ്പോൾ സിനിമ മോഹിയായിട്ട് നടക്കുമായിരുന്നു ദുബായിൽ? അങ്ങനെയല്ല, ഞാൻ ചെറുപ്പകാലത്ത് സ്കൂള് കോളേജിലൊന്നും അങ്ങനെ ആക്റ്റീവോ ഡാൻസ് പാട്ട് അതൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇത് നമ്മുടെ ഫാമിലി സർക്കിളിലാവും. അതിനുശേഷം എന്നല്ല, ഈ 369 അഭിനയിച്ച് അതിൻ്റെ 2ാം ദിവസമായിരുന്നു എൻ്റെ അരങ്ങേറ്റം. ആ ഒരു കലാരംഗത്തേക്ക് ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു. മോള് 10ാം ക്ലാസ്സിലായപ്പോൾ റിസൈൻ ചെയ്ത് ആ ഒരു ഗ്യാപ്പിലാണ് ഫിലിം ചെയ്തതും ഡാൻസ് പഠിച്ച് അരങ്ങേറിയതും. ബ്രേക്ക് എടുത്തൊന്നുമില്ല. എൻ്റെ മോൾക്ക് 10ന് നല്ല മാർക്കില്ലേ?
അത് കേട്ടാ മതി. ഉണ്ട് അവളിപ്പോൾ ആർക്കിടെക്റ്റിന് പഠിക്കുന്നു. അപ്പൊ നല്ല മാർക്കുണ്ട്. അതോടുകൂടി ഞങ്ങൾ പിന്നെ അവൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് നാട്ടിൽ പോന്നു. ഇവിടെ ഇപ്പോൾ സെറ്റിലായി. ഫിലിമുകളും ആഡുകളൊക്കെ ആയിട്ട് ഇപ്പോൾ മനോരമ ചാനലിൽ ആഡ് ഉണ്ട്, മാതൃഭൂമി ചെയ്തു. അങ്ങനെ ആഡുകളും ഫിലിമുകളായിട്ട് ദൈവം സഹായിച്ച് കുഴപ്പമില്ലാണ്ട് പോണു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർത്താണ്ഡ സാറിൻ്റെ ഓട്ടംതുള്ളലുണ്ട്, വാഴ 2 അങ്ങനെ. വാഴ 2 നമ്മള് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടം. കാരണം ഹാഷിറും ടീമും അങ്ങ് അപ്പൊ എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒരു ചെറിയ സാധനം എന്തായിരിക്കും അത് വാഴ 2. സത്യത്തിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല, നാളെ ജോയിൻ ചെയ്യാം. മറ്റന്നാൾ ഇന്റർവ്യൂ വെച്ചാൽ മതിയായിരുന്നു. നാളെ ജോയിൻ ചെയ്യുള്ളൂ. എന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവൂലേ? ഇല്ല, ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അവര് ക്ലീൻ ആയിട്ട് നമ്മളവിടെ കൊണ്ടുപോയിട്ട് പിടി തരൂല കേട്ടോ. സ്പോയിലർ ആവാൻ പാടില്ല. ഓക്കെ, 369 ഫാമിലി ഫ്രണ്ട് മുഖേന എത്തി. അതിന് ശേഷമുള്ള ഇതെങ്ങനെയായിരുന്നു? കാരണം ഇതുവരെ ഉണ്ട്, കഥ ഇതുവരെ ഉണ്ട്, ഗുരുവായൂരുണ്ട്. 369 കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്യാമറമാൻ അനിൽജി ആയിരുന്നു. അപ്പോൾ അനിൽജി തന്നെ അവിടെ നടന്നൊരു പടം ജിമ്മി വീടിൻ്റെ ഐശ്വര്യത്തിലേക്ക് റെഫർ ചെയ്തു. രാജചന്ദ്രൻ സംവിധാനം ചെയ്ത പടം. പിന്നെ ഒരു ഗ്യാപ്പായിരുന്നു നമുക്ക്, ഇത് കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്തപ്പോൾ നമ്മൾ അവിടെ വെച്ച് ഫിലിം ചെയ്തതൊക്കെ അറിയണ ഫ്രണ്ട്സും ഹസ്ബൻഡിനും ഈ ഫീൽഡായിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചേച്ചി ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ടല്ലേ, അന്ന് 2 ഫോട്ടോ അയക്കോ, ഞങ്ങളുടെ ഫ്രണ്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള കണക്ഷനിൽ കൂടെ കിട്ടി തുടക്കത്തിൽ. പിന്നെ നമ്മളുടെ വർക്കിൻ്റെ റെഫറൻസിൽ ചേച്ചി കുഴപ്പമില്ലാണ്ട് ചെയ്യും, അങ്ങനത്തെ ഒരു റെഫറൻസ് കിട്ടി. പക്ഷെ അപ്പോഴും അമ്മ റോളുകൾ തന്നെ വന്നുകൊണ്ടിരുന്നല്ലേ? അമ്മ റോളുകൾ ഇപ്പം ഇറങ്ങാനുള്ള പടമുണ്ട്, SAKയിലും ബ്രൂട്ടിലും. അതിൽ SAKയിൽ ASP ആയിട്ടാണ് പ്രൊമോഷൻ കിട്ടി. അല്ല, അമ്മ റോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. കാരണം ഇപ്പോൾ അമ്മ റോളുകൾ മലയാളത്തിൽ ഏറ്റവും മികച്ചിരിക്കുന്ന മഞ്ജു ചേച്ചിയാണ്. കാരണം കോമഡി ആയാലും ഇമോഷണൽ ആയാലും ബോൾഡ് ആയാലും മഞ്ജു ചേച്ചിയിലെ ബിന്ദു പണിക്കർ ചേച്ചി അവരൊക്കെയാണ്. അപ്പൊ അവരുടെയൊക്കെ കൂടെ കോമ്പറ്റീഷൻ അമ്മ റോൾ എന്ന് പറയുമ്പോ അല്ലേ? എന്നാലും രേഖാചിത്രത്തിലെ അനശ്വരയുടെ അമ്മ ആരും മറക്കില്ലാന്ന് തോന്നുന്നു. ഒരിക്കലും മറക്കില്ല. അല്ല, ആ സിനിമ കൊണ്ടുപോകണത് തന്നെ ആ അമ്മ കൊടുക്കുന്ന ഒരു സ്നേഹ സമ്മാനാണല്ലോ. ഞാനിവിടുന്ന് റെഫറൻസ് വന്നു കഴിഞ്ഞപ്പോൾ, ചേച്ചിയുടെ റെഫറൻസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ രേഖാചിത്രത്തിലെ അമ്മ, രേഖാചിത്രം ഞാൻ ആദ്യം പറഞ്ഞില്ല, എന്നാലും എൻ്റെ ജെസി മമ്മി അതുപോലെ തന്നെ സെയിം. ഇത് അത് തന്നെയാണോ, അത് ഇത് തന്നെയാണോ ആരും അവസ്ഥയായി പോയി. മേക്കപ്പ് അല്ലേ, എല്ലാത്തിനും മാറ്റി പിടിക്കുന്നുണ്ട്, പിടിച്ചു നിൽക്കും. പിന്നെ അമ്മ മോശമായിട്ടല്ല, പക്ഷെ എല്ലാവരും എന്നോട്, എനിക്ക് എത്ര അധികം ഒന്നും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഫിലിമിലുള്ളവർ തന്നെ പറയും ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോവരുത് കേട്ടാന്ന് പറയും. പക്ഷെ അത് എന്നാലും നമുക്ക് കിട്ടുന്ന നല്ല വേഷം ഇപ്പം അമ്മയായാലും അമ്മൂമ്മയായാലും ചെയ്യാന്നുള്ളതാണ്. അല്ല, ഇപ്പൊ അമ്മ റോള് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടെന്ന് ഇതിപ്പോ അമ്മ തന്നെയായിരുന്നു. ഇതും അമ്മ തന്നെയായിരുന്നു. പക്ഷെ ഇത് വീണ്ടും ഒരു മാറ്റം വന്ന അമ്മ, ചേഞ്ച് അമ്മ. അപ്പോ ഓക്കെ, ഈ അമ്മ റോൾ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ മമ്മൂക്കനെ കുറിച്ചൊക്കെ പറയുന്നത്, മമ്മൂക്ക ഏത് പോലീസ് ചെയ്താലും ഒരു പോലീസും മറ്റേ പോലീസും വ്യത്യാസമാണ്. അതുപോലെ തന്നെ ചേച്ചിയുടെ അമ്മയും അമ്മമാരെല്ലാം പല പല അമ്മമാരാണ്. ഇപ്പൊ മഞ്ജു ചേച്ചി അതുപോലെ തന്നെയാണ് പല പല. ഇപ്പൊ ചേച്ചി ചെയ്യുന്ന ഒരു റെഫറൻസുകൾ എന്തൊക്കെയാ ഓരോ അമ്മമാർക്കും വേണ്ടി? അല്ല, നമ്മളോട് സിറ്റുവേഷൻ പറയുമ്പോൾ ചില അമ്മമാർ ബോൾഡായിരിക്കും, ചില അമ്മമാർ ഭയങ്കര പാവ അമ്മയായിരിക്കും, ചില അമ്മമാർക്ക് കരയാൻ മാത്രം അറിയണ അമ്മമാർ, അങ്ങനത്തെയൊക്കെ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള, നമുക്ക് ഇപ്പം ഞാനൊക്കെ നാട്ടിൻപുറത്തുള്ളത്, അവിടെ തന്നെ കുറേ നമുക്ക് ഓർമ്മയിൽ വരും ഒരു റെഫറൻസ്. അവർ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അമ്മ പാവം, നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ അങ്ങനെ റെഫറൻസ് എടുക്കാൻ? അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അതിനെപ്പറ്റി. അല്ല, എന്നാലും ഒരു അമ്മ കഥാപാത്രം വന്നു കഴിയുമ്പോൾ കോസ്റ്റ്യൂമിന് പറയാം, എനിക്ക് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം മതി, ക്യാരക്ടറിൽ ഇങ്ങനത്തെ ഒരു മേക്കപ്പ് മതി, അങ്ങനെയൊക്കെ സജഷൻസ്? അങ്ങനെയൊന്നും സജഷൻസ്, പക്ഷെ ചിലതിൽ ഞാൻ എൻ്റെതായ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം ഓട്ടംതുള്ളലിൽ. അപ്പം എനിക്ക് ഒരു ക്രിസ്ത്യൻ ക്യാരക്ടർ, അപ്പോൾ അവർ റിങ് കമ്മലിടുമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് കോസ്റ്റ്യൂമറോട് ചോദിച്ചു, ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ ഉണ്ടല്ല, ഇത് വെച്ചാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ വെച്ചപ്പോൾ അവർക്കത് ഇഷ്ടമായി. നമ്മൾ സജഷൻസ് പറയാം, ഇങ്ങനെ ഹെയർ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും, ശരിക്കും വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ചില സജഷൻസ് പറയും. പിന്നെ അങ്ങനെ കയറി പറയേണ്ട ഒരു ഇതൊന്നും നമ്മളെ ഡയറക്ടർ എല്ലായിട്ടും ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ടല്ലേ? പക്ഷെ ഇതിനിടയിൽ നമ്മൾ പറയാതെ ഒരു സിനിമയ്ക്ക് മികച്ച നടി കൂടിയാണല്ലേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സത്യജിത്ത് അതില് സ്വഭാവ നടിക്കുള്ള അവാർഡ് കിട്ടി. അത് നമ്മൾ മെൻഷൻ ചെയ്യാതെ പോരുത്. കാരണം ഇതിൽ വരുമ്പോ ഈ അമ്മയായിട്ട് മാത്രം നിൽക്കുന്ന അമ്മയിൽ മികച്ച അമ്മയായിരുന്നു അല്ലേ? അതൊരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു, അത് ഫെസ്റ്റിവൽ മൂവിയാണ്. അപ്പം അത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അമ്മ തന്നെയാണ്. അല്ല, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം, ഫെസ്റ്റിവൽ മൂവിയാണ്. നിങ്ങൾ ഈ ആ പടം കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് വരരുത്. അതവർ റിലീസാക്കിയിട്ടില്ല, പല അവാർഡുകൾക്കായിട്ട് അയച്ചു കൊടുത്തു. ദൈവം സഹായിച്ച ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ കിട്ടുന്ന ഒരു ഫിലിമിലത്തെ ഒരു അവാർഡാണ്. പക്ഷെ അതിനുശേഷം പിന്നീട്
ഒരുപാട് ഇപ്പൊ തന്നെ മൊമെന്റ്സ് നമ്മള് വരുന്നുണ്ട്. ശരിക്കും അത് ഒരു ഇരട്ടി മധുരമായിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിലീസിന്റെ അന്ന് നമ്മൾ സന്തോഷത്തിൽ ഫിലിം കണ്ട് ഇറങ്ങിയപ്പോഴാണ് അതിന്റെ തലേദിവസം എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജ് വന്നു അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ പത്രസമ്മേളനത്തിന്റെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ഇരട്ടി മധുരം തന്നെ. സിനിമ ഹിറ്റായി ഫോൺ നോക്കിയപ്പോ അവാർഡ് അല്ലേ? അപ്പൊ അത് വലിയ സന്തോഷമായി. നമ്മളെപ്പോലെ തുടക്കക്കാർക്ക് അങ്ങനെ ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ. ഓക്കെ, നമുക്കിനി തിരിച്ച് മകളിലേക്ക് വരാം. കാരണം ആയിക്കോട്ടെ. അന്നയില്ലെങ്കിൽ ജസിമമ്മയും, ജസിമമ്മ ഇല്ലെങ്കിൽ അന്നയും പൂർണ്ണമാവില്ല. തീർച്ചയായിട്ടും. ചേച്ചി പറഞ്ഞ മീനാക്ഷിയും വേറൊരു കുട്ടീനെയും കൂടിയും കൂട്ടിയിട്ടാണ് ഓഡിഷൻ ചെയ്തത്. എന്നിട്ടാണ് മീനാക്ഷിന് ഒരു ദിവസം 2 ദിവസമായിട്ട് രണ്ടുപേരെ ഓഡിഷൻ ചെയ്തു മോളായിട്ട്. 2 ദിവസമായിട്ട്. അപ്പോൾ രണ്ടുപേരെ ഓഡിഷൻ ചേച്ചി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ചേച്ചിക്കും മീനാക്ഷിനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമായത്? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ അത് കേട്ട് ആ കുട്ടി അതല്ല, എനിക്ക് ഇഷ്ടമാവണതിലുപരി ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും അവരുടെ മനസ്സിലൊരു രൂപം ഉണ്ടായിരിക്കും. ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ അന്നയ്ക്ക് ഏത് ക്യാരക്ടറിലുള്ള ആളാണ് ഈ യോജിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടായിരിക്കും. രണ്ടുപേരും നന്നായി ചെയ്തു. പക്ഷെ അവരുടേതായ ഒരു ഇതിലല്ലേ എടുക്കുള്ളൂ, ടാക്ടിക്കൽ മൂവ്മെന്റ് അല്ലേ? ഓക്കെ, മീനാക്ഷിയിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മീനാക്ഷിയായിട്ടുള്ള? കാരണം ഇപ്പോൾ തിയേറ്റേഴ്സിന് പോയപ്പോഴാണെങ്കിലും സക്സസ് സെലിബ്രേഷന് പോയപ്പോഴാണെങ്കിലും പ്രസ് മീറ്റിന് പോയപ്പോഴും മീനാക്ഷി അന്നയും ജസിമമ്മയും എപ്പോഴും ഒരുമിച്ച് അവർ ഒറ്റ കെട്ടായിട്ട് നിൽപ്പുണ്ട്. സിനിമയിലെ പോണ്ട് അതുപോലെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അമ്മ മോളായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് മോളാണുള്ളത്, എനിക്കൊരു മോളാണുള്ളത്. അപ്പോൾ അവളായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് തന്നെ എവിടെ ചെന്നാലും ആ പ്രായത്തിലുള്ള കുട്ടികളെ, മീനാക്ഷിയിലും ചെറുപ്പമാണ് എന്നാലും നമ്മൾക്ക് ആ ഒരു പെൺകുട്ടികളോടുള്ള ഒരു ഇത് അങ്ങനെ തന്നെയാണ്. ഇപ്പം മീനാക്ഷി ആയാലും എന്ത് കാര്യത്തിനും മമ്മീന്ന് തന്നെ എല്ലാവരും വിളിക്കുന്നത്. മമ്മീന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നല്ലൊരു ബോണ്ടായിരുന്നു. ആ ബോണ്ട് കൃത്യമായിട്ട് ഞാൻ നേരിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ഡേ കേക്ക്സിൽ സക്സസ് സെലിബ്രേഷൻ ചെയ്തപ്പോൾ മോളെ പോയി കേക്ക് വാങ്ങും, മോളെ പോയി കേക്ക് വാങ്ങാൻ തള്ളി അവള് മാറി നിൽക്കണം. അപ്പോൾ ഫസ്റ്റ് ഹീറോയിൻ, സെക്കൻഡ് ഹീറോയിൻ അത് ആ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കണമല്ലോ. മീൻസ് അവൾക്ക് അർഹതപ്പെട്ട സ്ഥാനം അവൾക്ക് തന്നെ കിട്ടണ്ടേ? അതിപ്പോഴും നമുക്ക് മാജിക് ഫ്രെയിംസ് തരുന്നുണ്ട്. നമ്മളത് ആണ്. ഓക്കെ, മീനാക്ഷിയിലേക്ക് വരുമ്പോൾ ഇപ്പം മീനാക്ഷി മോള് ഇവിടെ ഇല്ല. മോളുടെ ബിഹാഫില് അമ്മ തന്നെ പറയും മോളെ കുറിച്ച്. മോളുടെ സെക്കൻഡ് ഫിലിം അല്ലേ? അവളുടെ സെക്കൻഡ് ഫിലിം അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ ചെയ്യണ കണ്ടിട്ട്. അങ്ങനെ പിന്നെ അവളും ഒരു ഡാൻസറാണ്. ഇത് ഫസ്റ്റ് ഹീറോയിനും ഡാൻസറാണ്, സെക്കൻഡ് ഹീറോയിനും ഡാൻസറാണ്. അപ്പോൾ ഡാൻസ് പഠിച്ച കുട്ടികൾക്കുമ്പോൾ അങ്ങനെ ഒരു പേടിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നന്നായിട്ട് ചെയ്തു. അല്ല, ഇത് പറഞ്ഞു കൊടുക്കണത് അതേപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല ഒരു ബ്രേക്ക് ആയിരിക്കും മീനാക്ഷിക്കും ഈ പടം. അതുപോലെ തന്നെ നമ്മുടെ പുതുമുഖ നായികയെ പറ്റി പറയേണ്ട, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അത്രയും മനോഹരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ സീനും റാണിയെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഒരു ഫീലാണ് നമുക്ക്. എന്താ വെച്ചാൽ അഭിനയിക്കുകയാണെന്ന് തോന്നില്ല. ആ കുട്ടിയുടെ ക്യാരക്ടർ അതാണെന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ സത്യത്തിൽ ആ കുട്ടി അങ്ങനെയല്ല. അത് റാണിയുടെ അമ്മ പറഞ്ഞു. പക്ഷെ അതല്ലാണ്ട് വേറെ എനിക്ക് പരിചയമുള്ള ഒരു ലേഡി എന്നോട് പറഞ്ഞു, റാണിയെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം, ആ കുട്ടി ഇങ്ങനെയൊന്നല്ല. അപ്പൊ അവരും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ടോട്ടലി. എന്നിട്ടും ആ ക്യാരക്ടർ ഇത്രയും മനോഹരമായിട്ട് ചെയ്തേക്കണ്. എന്തായാലും നല്ലൊരു ബ്രേക്ക് ആയിരിക്കും. നല്ല നല്ല പടങ്ങൾ ഒരുപാട് കിട്ടട്ടെ. എൻ്റെ മോൾക്കും റാണിയയ്ക്കും ഹീറോയിൻസ് ആയിട്ട് വന്നവരാണ്. അവർക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടി എസ്റ്റാബ്ലിഷ് ആവാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാൻ പെട്ടെന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരങ്ങൾ പറയൂ. ഞാൻ ശ്രമിക്കാം. ലൊക്കേഷനിലുള്ള ചോദിച്ചാൽ ലൊക്കേഷനിൽ ഏറ്റവും കടുപ്പിടുത്തക്കാരനായിരുന്നു? അങ്ങനെ ഒരാളെ ഞാൻ കണ്ടില്ല അവിടെ. ആരുമില്ല. ഞാൻ പറഞ്ഞല്ലോ മാജിക് ഫ്രെയിംസ്. ഇതിപ്പോ മാജിക് ഫ്രെയിംസിന്റെ ദിലീപ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു മാജിക് ഫ്രെയിംസ് ആൻഡ് ഫാമിലി ആയിരുന്നു. എല്ലാവരും നമുക്ക് ആരോടും എന്ത് ചോദിക്കാനായിട്ട്, ഇപ്പൊ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്നത്തെ ചെയ്യുള്ളൂ അതൊന്നുമില്ല. നമുക്ക് ആരോടും എന്ത് ചോദിക്കാം. ഏഡികൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്ത് ഇതിനും. നല്ല സപ്പോർട്ടായിരുന്നു അവരുടെയൊക്കെ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന ആരുടെ ലൊക്കേഷനിൽ? എഡിയുടെ അടുത്തായിരുന്നു. എഡി മനു ഉണ്ട്, ഗോകുലുണ്ട്, അങ്ങനെ പിന്നെ നവനീത് ഉണ്ട്, അസോസിയേറ്റ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പെട്ടെന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ. എല്ലാവരും അത് അവർക്ക് നിർബന്ധമുള്ള കാര്യം എന്താ വെച്ചാൽ ലേറ്റ് ആവാൻ പാടില്ലല്ലോ. മീൻസ് അത് ഒരാൾ ലേറ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഹോൾ ക്രൂവിൻ്റെ ഇതല്ലേ. അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ആരെക്കൊണ്ടും അവിടെ ആർക്കും ശല്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാ ഷൂട്ടിനും ഞാൻ ഉണ്ടായിരുന്നില്ല, അറിയാലോ എത്രയും ഭാഗങ്ങളെ ഞങ്ങൾക്കുള്ളൂ. ഉള്ള സമയത്ത് എല്ലാം നന്നായിട്ടാണ് പോയിരുന്നത്. വീണ്ടും ഉള്ള സമയത്തിലേക്ക് പോവുക. ഈ ഉള്ള സമയം ഫുള്ള് ദിലീപേട്ടനും ജോണി ചേട്ടനും. ഇവരെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്, സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, കോമഡി ഇംപ്രവൈസേഷൻ
കിങ്സ് ആണ്. തഗ്ഗായാലും കോമഡിയിലും എവിടെയില്ല. അപ്പൊ ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഇവർ എന്തൊക്കെ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് ആ സീനുകളിൽ? ചേച്ചിക്ക് എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇംപ്രവൈസ് ചെയ്യാൻ? നമ്മളോട് അതെ ഇത്തിരി കൂടി അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്ത് അങ്ങനെ പറഞ്ഞു തരും. ഇവര് തമ്മിൽ ഇംപ്രവൈസ് ചെയ്യണമെന്ന് ഞാൻ കണ്ടില്ല. ഇവർക്ക് അത് സ്പോട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കോമഡീസ് അതിലുള്ളതും അങ്ങനെ ആഡ് ചെയ്തൊക്കെ വരുന്നത്. അവരോട് പിന്നെ ആരും പറയേണ്ട കാര്യമില്ലല്ലോ. സിറ്റുവേഷൻ വന്നിട്ട് ഷാരിസ്ക വന്ന് ഇങ്ങനെ പറയും, പിന്നെ അത് ബിന്ദു സാറും വന്ന് പറയും, ബാക്കിയൊക്കെ അവര് അപ്പം തന്നെ അങ്ങനെ എടുത്തു. നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതാ? ഏറ്റവും കൂടുതൽ ചിരിച്ചത്? ഏറ്റവും നിങ്ങൾ ചിരിച്ച ആ സീൻ തന്നെയായിരുന്നു എനിക്ക്. കോഫി ഷോപ്പ് അത്രേ പറയുള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ ലൊക്കേഷനിൽ ആ സീൻ തന്നെയായിരുന്നു. നിങ്ങളെല്ലാവരും ചിരിച്ച ആ സീൻ തന്നെയായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോ വിചാരിച്ചു ഇത്രയും ഒരു സിനിമയിലെ ഒരു ഹിറ്റ് സീനായി മാറുന്നത്? അതില്ല, പക്ഷെ ഷാരിസ്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സീനാട്ടോ മമ്മി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നിയിരുന്നില്ല ഇമ്പോർട്ടൻറ്റ് സീനാന്ന്. എന്താ വെച്ചാൽ എന്നെ കൊണ്ട് ഇത്ര പ്രാവശ്യം ചെയ്യിച്ചതുകൊണ്ട് നമുക്ക് ഒരു ചിലപ്പോ പേടി തോന്നിയല്ലേ. പക്ഷെ ഫസ്റ്റ് ഡേ പോലും എനിക്ക് പേടി തോന്നില്ല. എന്ന് വെച്ചാൽ അവർ അത്ര കംഫർട്ടബിൾ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സാർ ആദ്യം ചോദിച്ചു ഫുഡൊക്കെ കഴിച്ചാ, അപ്പൊ തന്നെ നമ്മൾ ഇത്തിരി കംഫർട്ടബിൾ. ഷാരിസ്ക്കും ഇരിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് ഇതുള്ള ഒരു ചുറ്റുപാടാകുമ്പോൾ നമ്മൾ ഓക്കെ ആവും. അതുകൊണ്ട് പേടി തോന്നി. ടേക്കുകൾ അപ്പോൾ ഒറ്റ ടേക്ക് തീർക്കുമായിരുന്നു അതോ 2-3 ടേക്കുകൾ പോയിട്ടുണ്ടോ? അങ്ങനെ അധികമൊന്നും ടേക്കുകളൊന്നും പോയിട്ടില്ല. എല്ലാവർക്കും ഇങ്ങനെ ട്രെയിനിങ് പക്കയായിട്ട് കൊടുത്തോണ്ടല്ലേ? അത് അവരെല്ലാവർക്കും നല്ല അത് കൊടുത്തിട്ട് തന്നെയാണ് എല്ലാവരും ഇതിൽ കൊണ്ടുവരുന്നത്, ലൊക്കേഷനിൽ വരുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ അധികം ടേക്ക് ആരുടെയും പോണ കണ്ടിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തീർത്തു. നമുക്ക് കുറച്ച് ഡാൻസിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയാണ് ഈ ഡാൻസ് തുടങ്ങാൻ ഇത്? കാരണം സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ ഡാൻസിലേക്ക് പോയി? കാരണം സിനിമ ഡാൻസാ വന്നതെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ ഞാൻ ആ ബ്രേക്ക് എടുത്തതിന് മുന്നേ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എനിക്ക് ഡാൻസ് ചെറുപ്പത്തിലേ ഇഷ്ടമായിരുന്നു, പക്ഷെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പം മോളുടെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ മോളും ഡാൻസ് ഏരിയ മോള് ഡാൻസ് കാര്യമെന്നല്ല, ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അവളുടെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവളുടെ ടീച്ചറോട് ഞാൻ അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കലാമണ്ഡലം അഞ്ജു രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ ചേച്ചി വന്നോളൂ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം നടന്നു. അങ്ങനെ പ്രൊഫഷണൽ ഡാൻസർ ഒന്നല്ല, പഠിച്ചു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സജഷൻസ് മേക്ക് ഓവറിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു നടി വരുമ്പോൾ അവരൊരിക്കലും ഡള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അമ്മ കഥാപാത്രം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. കാരണം ഞാൻ പിന്നെ അതിലേക്ക് തളച്ചു പോകും. ഇപ്പോൾ നമ്മുടെ സ്ഥിരം കള്ളൻ, സ്ഥിരം വഴി പോക്കുന്നൊക്കെ. അപ്പോൾ ചേച്ചിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു, അമ്മ മാത്രമേ പോകുന്നു എന്നുള്ളത്? ഇല്ല, അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല. നമ്മൾ ഏത് കഥാപാത്രത്തിന് എത്രത്തോളം ആപ്റ്റ് ആവാൻ അവരെന്ത് മേക്കപ്പ് ചെയ്താലും ഞാൻ ഓക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ ആദിവാസിയായിട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ചാട്ടുള്ളിയിൽ ആദിവാസിയായിട്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ആദിവാസി ആക്കുമ്പോൾ നമ്മൾ ഡള്ള് ചെയ്യും, ഭയങ്കര നിരണ്ടായിട്ടല്ല, എന്നാലും അവരൊന്നും കൂടി ഡള്ള് ചെയ്തിട്ടൊക്കെ. പക്ഷെ അതൊരു ഭംഗിയാണ് ആ കഥാപാത്രത്തിന്. മല്ലി എന്നുള്ള കഥാപാത്രത്തിന് ആ ഒരു നിറാണ് ഭംഗി. അപ്പോൾ നമ്മൾ ഓക്കെ. എൻ്റെ അടുത്ത ചോദ്യം പോയി, ഞാൻ മല്ലിയിലേക്ക് വരാൻ വേണ്ടി ഞാൻ മേക്കപ്പ് പറഞ്ഞിട്ട് ആദിവാസിയായിട്ട് മല്ലി ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാൻ വേണ്ടി വരും. അത് മല്ലി, ഞാൻ ഇതിനടുത്ത് എന്ത് ചോദിക്കും? അത് നല്ലൊരു കഥാപാത്രമായിരുന്നു എൻ്റെ. അത് ജാഫ്രിഡിക്കിന്റെ പെങ്ങളായിട്ടായിരുന്നു. ഷൈൻ ടോം ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു സീൻ അതിലുണ്ട്. ഷൈൻ ടോം ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ സീൻ, അത് ഭയങ്കര വൈറലായിരുന്നു. അത് എന്നെ തല്ലണതും തമ്പ് റെഡിയാക്കി വെച്ചോടാ ഇത് അല്ലേതാ ഷൈൻ ടോമിനോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ റീൽസ് ഒക്കെ കുറെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അത് അങ്ങനത്തെ ഒരു എല്ലാവർക്കും ഒരു ഇത് തോന്നണ വിഷമം തോന്നണ ഒരു സീൻ ആർട്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ചേച്ചിട്ട് ഇപ്പോൾ ഇത്ര നാൾ കുറേ നാൾ അമ്മയായി, അനിയത്തിയായി, ആദിവാസിയായി എല്ലായി. അപ്പോൾ ബിജു ചേട്ടൻ്റെ ഒപ്പം ഉണ്ട്, ഷൈൻ ചേട്ടൻ്റെ ഒപ്പം, ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഒപ്പം, പൃഥ്വിരാജിൻ്റെ ഒപ്പം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ? പ്രിൻസ് മാറ്റി വയ്ക്കുക, കാരണം പ്രിൻസ് ഇപ്പൊ പറയുള്ളൂ എന്നറിയാം, എന്തായാലും പ്രിൻസ് മാറ്റി വെച്ചിട്ട്. അങ്ങനെയല്ലേ, നമ്മൾ പോണ എല്ലാ ലൊക്കേഷനും ചെറുതായാലും വലുതായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ച് എല്ലാ ലൊക്കേഷനും എനിക്ക് ഇഷ്ടം തന്നെയാണ്. കിട്ടുന്ന ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആണല്ലോ, നമ്മൾ ഒരേ ക്യാരക്ടർ അല്ലല്ലോ ചെയ്യണം. ഇപ്പോൾ ഗുരുവായൂരമ്പലനടയിൽ എൻ്റെ വേറെ സീൻ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ടായി പോയി. പക്ഷെ ആ ഒരു സീൻ ഉള്ളത് ഇപ്പോഴും എനിക്ക് ഓരോരുത്തർ കാണുമ്പോൾ അത് അയച്ചു തരും. കട്ട് ചെയ്ത സീൻ തപ്പി നടക്കുന്നുണ്ടോ?
ഇല്ല ഇല്ല. റാസിഫിക്ക് ഇതുപോലെ ഒരു കട്ട് ചെയ്ത സീൻ ഇറക്കി വിട്ടായിരുന്നു. കട്ട് ചെയ്ത സീൻ അത് ആ സിനിമ ട്രിം ആക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ പോയാലും തന്നെ ആ സിനിമ ഏറ്റവും ഭംഗിയാവണമെന്നല്ലേ ഉള്ളൂ. അത് ആ സിനിമ നന്നാവാൻ വേണ്ടിയിട്ട് അവരെത്ര ഇപ്പം ഇതിലും കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ കട്ടായിട്ടുണ്ട്. അത് എന്നാലും ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുല്ലോ. ഗുരുവായൂരമ്പലം നടയിൽ കട്ട് ചെയ്താലും ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുല്ലോ. ആ ഒരുള്ള സീൻ നല്ല വൈറലായിട്ട് എല്ലാവരുടെയും. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സും ആക്ടേഴ്സും എല്ലാം ഉണ്ട്. ചേച്ചിക്ക് ഇനി മലയാള സിനിമയിൽ ഏറ്റവും ആഗ്രഹം ആരുടെ കൂടെ വർക്ക് ചെയ്യാനാ? ഒരു ഡയറക്ടറും ഒരു ആക്ടറും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഞാൻ ചോദിക്കും എല്ലാവരുടെ കൂടെയും അങ്ങനെ എടുത്തു പറയാന്നുള്ള സത്യനന്ദിക്കാട് പടങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ തൊട്ട് സത്യനന്ദിക്കാട് നമ്മുടെ ഫാമിലി അല്ലേ, കുടുംബചിത്രങ്ങൾ അങ്ങനെ കുടുംബചിത്രത്തിനോടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഇത് കേട്ട് ബാക്കിയുള്ള ഡയറക്ടേഴ്സ് ഇതാവരുത്, ഞാൻ എന്നെ വിളിക്കണം എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം ഒരു പേര് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഫോഴ്സ് ചെയ്യും. നടനും കൂടി ഉണ്ട്, സംവിധായകനും നായകനും. നായകൻ അങ്ങനെ നായകൻ ഇന്ന ആള് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഈ സത്യനന്ദിക്കാട് പടത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അഭിനയിക്കണമെന്ന് ഒരാഗ്രഹം നന്നായിട്ടുണ്ട്. ബാക്കി നമുക്ക് കിട്ടുന്ന പടങ്ങളിൽ ആരെ നായകനായാലും നമുക്കുള്ള റോള് നല്ലതായിരിക്കണം. അവരെ കൂടെ വലിയ വലിയ നടന്മാരെ കൂടെ കുറച്ചും കൂടി ടൈറ്റ് ആക്കി ഇപ്പൊ അമ്മ കഥാപാത്രം തന്നെ വരാം. അമ്മ കഥാപാത്രം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഭർത്താവായിട്ട് ആര് വേണം മലയാള സിനിമയിൽ? അതിന് എനിക്ക് കുറച്ച് ഭർത്താക്കന്മാരില്ല. അങ്ങനെ ഇന്നാള് എന്റെ ഭർത്താവായി അഭിനയിക്കണം എന്നൊന്നുമില്ല. അത് ഇപ്പൊ ആരായാലും നമ്മള് ഇപ്പൊ എന്റെ കൂടെ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ച എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീനി ടോമിയാണ്, ഷാജോൺസ് ചേട്ടന്റെ വൈഫായിട്ട് ഇതുവരെ ടോട്ടൽ ഉണ്ടായിരുന്നത്. ഗുരുവായൂർ അമ്പലനടയില് അഖിൽ കാവന്നൂർ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തോണ്ട് തന്നെ. എന്താ വെച്ചാൽ അവരും എന്താ വെച്ചാല് നമ്മളെ സപ്പോർട്ട് ചെയ്താലാണ് അവരും ആ ഒരു ഇതിലെല്ലാവരും. എന്നാലും ഇപ്പൊ അച്ഛൻ കഥാപാത്രങ്ങൾ അച്ഛന്മാരായിട്ട് കുറെ സിനിമകൾ കുറെ പേര് കണ്ടിട്ടുണ്ടല്ലോ. നല്ല നല്ല അച്ഛന്മാര്, കിളിപോയ അച്ഛൻ, വൈബൻ തന്ത. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു അച്ഛന്റെ ഭാര്യയായിട്ട് എനിക്ക് അഭിനയിക്കണം, സ്ക്രീനിൽ വരണം എന്നൊരു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല നമുക്ക്. എന്താ വെച്ചാൽ അവരാണ് അതാ അങ്ങനെ പറയോ, മീൻസ് സീനിയർ ആർട്ടിസ്റ്റുകൾ പറയോ അങ്ങനെ അത് ഇന്ന ആളാണ് അങ്ങനെ എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ടില്ല. നമുക്ക് നല്ലൊരു കഥാപാത്രം വേണം അങ്ങനെ കഥാപാത്രത്തെ പിടിച്ചോണ്ട്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞില്ല കിളിപോയ തന്ത വൈബെന്ന്. അങ്ങനെ ഏത് തരത്തിലുള്ള അച്ഛനാവണം ഭർത്താവ് വേണം? അത് കിളിപോയ കഥാപാത്രം അല്ലെങ്കിൽ വൈബൻ തന്ത അല്ലെങ്കിൽ നമ്മുടെ ചാക്കോമാഷായ അങ്ങനെ ഒരു ഭർത്താവ് അങ്ങനെയുള്ളു. അങ്ങനെയുള്ള ഇതിൽ ഏത് എങ്ങനത്തെ ഒരു കഥാപാത്രം? എല്ലാ ഈ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളുടെ കൂടി അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാലല്ലേ നമുക്ക് ഇപ്പൊ കിളിപോയ അച്ഛനാണെന്ന് വെച്ചാലാണ് ആ അമ്മയ്ക്കും അത് ഡിഫറെന്റ് ആയിട്ട് കിളി പോയിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും നോട്ടീസ് ചെയ്യില്ല. അല്ലാണ്ട് രണ്ടുപേരും ഒരേപോലെ പാവങ്ങളായിരുന്ന ശ്രദ്ധിക്കില്ല. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ എന്റെ അടുത്തേക്ക് എത്താൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ദുബായില് UBL TV ആങ്കറും കൂടിയായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ അല്ല അങ്ങനെയുള്ള നിങ്ങളിപ്പോ ചോദിക്കുന്ന പോലെയല്ല, ഒന്നാരാഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമിന്റെ ആങ്കറായിരുന്നു 80s 90s അന്തകാലത്തിൽ അതിലത്തെ സോങ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ 369 തൊട്ട് പ്രിൻസ് വരെ എത്തി, പ്രിൻസിന്റെ കുടുംബം എത്തി, എല്ലാ കുടുംബങ്ങളിലെയും കുറിച്ച് സംസാരിച്ചു. ഇനി ചേച്ചിയുടെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ്. കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് സുനിൽ ലക്ഷ്മികാന്ത്, മോള് സ്വാതി കൃഷ്ണ. ഹസ്ബൻഡ് ഇപ്പോഴും ദുബായിൽ തന്നെ. അപ്പോൾ ഇത്ര നേരം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ചേച്ചി വൈഡായിട്ട് ഉത്തരം തന്നെ എൻ്റെ വായടപ്പിച്ച്. അപ്പോൾ എനിക്ക് എക്സാക്റ്റ് ഉത്തരം കിട്ടാനുള്ളതുകൊണ്ട് ഞാൻ പേഴ്സണൽ ലൈഫിൽ ഒരു ചോദിച്ചോട്ടെ. നേരത്തെ ചോദിച്ചപ്പോൾ ചോദ്യം പോലെ തന്നെ, ചേച്ചിയുടെ ഫാമിലി ആയിട്ടുള്ള ഏറ്റവും നല്ല ഹോളിഡേ ഏതാ? ഞങ്ങൾ ലാസ്റ്റ് ഇയർ തായ്ലൻഡിലേക്ക് പോയിരുന്നു. ഇപ്പൊ ചോദിക്കും ഇത് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയതാണ് ചോദിക്കും. ഫാമിലി ആയിട്ട് പോവാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ആദ്യമായിട്ടാണ് പുറത്ത്, അവിടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഒന്നും കിട്ടിയിട്ടില്ല. പൊത്തൊടുങ്ങി ഞങ്ങൾ തായ്ലൻഡിലേക്കാണ് ലാസ്റ്റ് പോയത്.
അതെങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ ചേച്ചി നേരത്തെ ചോദിച്ചതിന് തന്നെ ഞാൻ പിന്നെയും പിടിച്ചങ്ങ് കീറുക. ഈ തായ്ലൻഡിലേക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നത് ഒരുപാട് കിംവദന്തികൾ ഞങ്ങൾ കേൾക്കുന്നു. യുവജനങ്ങൾക്കിടയിൽ ഒരുപാട് കിംവദന്തികൾ പോകുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരും പക്ഷെ തായ്ലൻഡിലേക്ക് ഇത് ഫാമിലി ട്രിപ്പായിട്ട് പോകാൻ പറ്റിയതാണോ എന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മളെവിടെ പോയാലും നമ്മുടെ ഫാമിലിയുടെ കൂടെ. പിന്നെ സ്ഥലം എന്നൊന്നുമില്ല. മോളെവിടെ ഹാപ്പി ആയിരിക്കണോ, ആളെവിടെ ഹാപ്പി ആയിരിക്കണോ, ഞാനെവിടെ ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. വെറുതെ അല്ല ചേച്ചിക്ക് എപ്പോഴും മമ്മി റോള് തന്നെ കിട്ടുന്നത്. മോളുടെ ഹാപ്പിനെസിന് വേണ്ടിയല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എവിടെ പോകുമ്പോഴാണ് ഹാപ്പിയാണ്. അതാണ് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അത് പറയപ്പെടുന്നു. അത് ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മുടെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൃഥ്വിരാജേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചു ഒരാള്, അടുത്ത 10 വർഷത്തിനുള്ളിൽ പൃഥ്വിരാജ് എവിടെയായിരിക്കും എന്ന്. അപ്പോൾ അതിന്റെ വലിയ ഉത്തരം പറഞ്ഞു. ആ ഉത്തരം ഇന്ന് വൈറലായിട്ട് ഒരു ഇലുമിനാറ്റി ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങാനും 10 വർഷം കഴിഞ്ഞ് ഇത് വൈറലായാലും ചേച്ചി പറ, 10 വർഷം കഴിഞ്ഞ് ലതാ ദാസ് എവിടെയായിരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ? അത് ദൈവം നമ്മളതിൽ മുന്നേ ഓരോ കണക്കുകൾ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അവിടേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അല്ല, ദൈവത്തിന്റെ കണക്കോട്ടല്ലേ ചേച്ചി, ആഗ്രഹമാണ് ഞാൻ ചോദിച്ചത്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് അമ്മ റോളായാലും ഏത് റോളായാലും. ഒരു സ്റ്റേറ്റ് അവാർഡ്, ഒരു നാഷണൽ അവാർഡ്, അത്രയ്ക്ക് ചെറിയ ചെറിയല്ലേ? ഇപ്പൊ ഏതായാലും ചേച്ചി ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ വീണ്ടും വായടപ്പിച്ചല്ലോ. അടുത്ത ഇൻഡസ്ട്രി ഇപ്പോൾ തമിഴിൽ ചോദിച്ചാൽ നല്ല അമ്മ കഥാപാത്രം അല്ലെങ്കിൽ അച്ഛ കഥാപാത്രം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതാരെ? നമ്മൾ മനോരമയൊക്കെ ചെയ്തിട്ടുള്ള കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മള് ഉർവശി ചേച്ചിയും ഒക്കെ പോയിട്ട് അവിടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനത്തെ അവരൊക്കെയാണല്ലോ നമ്മുടെ റോൾ മോഡൽസ്. ഉർവശി മാം ഒക്കെ ചെയ്യണ പോലെ നമുക്ക് അതൊക്കെ നമുക്കൊരു എന്താ പറയുക, റെഫറൻസുകൾ. ആളുടെ ഓരോ പടം കണ്ടിട്ടുണ്ടെച്ചാലും അതൊക്കെ ഒരു ലൈബ്രറി എന്നൊക്കെ പറയാം. ഓരോന്നും ഓരോ കഥാപാത്രം. ശോഭന മാം ആയാലും ഉർവശി ചേച്ചിയൊക്കെ ആയാലും ഒക്കെ അവരൊക്കെ ചെയ്യുന്നത് ഭംഗിയായിട്ടാണ് ചെയ്തിരുന്നത്. നമുക്ക് അങ്ങനെ അഭിനയിക്കല്ല, അവർക്ക് ജീവിക്കായിരുന്നു. ഓക്കെ. അപ്പം അങ്ങനെ ഒന്നുകൂടി കൊനിഷ്ഠിക്കാം. ഇപ്പം 2025 ഇത് മെയ് ഇതാണ്. അപ്പോൾ ഈ 5 മാസത്തിനുള്ളിൽ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തു, വലുതും ചെറുതുമായി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ പ്രിൻസ് ആൻഡ് ഫാമിലി. അത് മാറ്റി നിർത്തി ചോദിച്ചാൽ രേഖാചിത്രം. അതും മാറ്റി. രേഖാചിത്രം. ചേച്ചി അഭിനയിച്ച സിനിമകൾ ഒന്നും പറയാതെ വേറൊരു ചിത്രം പറ. ഇപ്പൊ എങ്ങനെയുണ്ട്? തുടരും. എനിക്ക് വേറെ ഇനി അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ എനിക്ക് പോയതില്ല. അപ്പോൾ അടുത്ത സിനിമകൾ ഇനിയിപ്പോൾ ഫ്യൂച്ചർ വർക്കിംഗ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മാർത്താണ്ഡ സാറിൻ്റെ ഓട്ടംതുള്ളൽ, വാഴ 2, പിന്നെ 2 പ്രൊജക്റ്റ് ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്. അത് ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടർ, എൻ്റെ ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ഈ ക്ലിപ്പ് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. അത് അത്ര നല്ലൊരു കഥാപാത്രമാണ്. അത് നല്ല ടെക്നിക്കൽ ടീംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒരു പടം നല്ല ഒരു വലിയ അതും അവർ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന്. വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഉള്ളതാണ്. അത് അതിലൊരു അമ്മ തന്നെയാണ്, ഒരു 40+ ഉള്ള ഒരു അമ്മയുടെ ഈ ഇതേപോലത്തെ ക്യാരക്ടറല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. ഇപ്പൊ ഇത് ഏതൊക്കെ കാറ്റഗറിയിലുള്ള അമ്മമാർ ഇപ്പൊ ചെയ്തിട്ടുണ്ട് അത് ചോദിക്കണമല്ലോ. കുറെ കാറ്റഗറി അമ്മ തന്നെ, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തിരിച്ച് മാറ്റുന്നുണ്ട്, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ആയിട്ട് ഒറ്റ ചോദ്യം കൂടെ. ഇപ്പൊ പ്രിൻസ് കണ്ടു ഇറങ്ങിയ ശേഷം എത്ര കോള് വന്നു? കുറേ കോള് വന്ന്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടുന്നത്. ഒരുപാട് പേര് വിളിച്ചു, പരിചയമില്ലാത്ത ഒരു നമ്പർ എടുത്ത് വിളിച്ചു. മീൻസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതും ഞാൻ അഭിനയിച്ച സീൻസിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കുമ്പോൾ ജെസ്സി മമ്മി എത്രത്തോളം പ്രേക്ഷകരെ ഏറ്റെടുത്തു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതിലേതെങ്കിലും ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? എന്ത്? അതായത് ഇപ്പൊ ഒരുപാട് പേര് വിളിച്ചു, ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത വിഷയം ആരായിരിക്കും? അത് ഞാൻ പേര് പറയണില്ല. ആളുടെ ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ വർഷം ഒരു സൂപ്പർ ഹിറ്റായിരുന്നു, അവാർഡുകളൊക്കെ കിട്ടിയ ആള് വിളിച്ച് തന്നെ വിഷ് ചെയ്തപ്പോൾ ഇത്രയും പറഞ്ഞോളൂ. അല്ല അത് പറയണ്ട, എന്താ ആൾക്കിനി അത് ഇതാവണ്ട വെച്ചിട്ടാ. പക്ഷെ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചോളൂ, പറയില്ല. അപ്പോൾ ആള് വിളിച്ച് വിഷ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്താ വെച്ചാൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കഥയൊക്കെ എഴുതിയ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് അതിൽ അഭിനയം നന്നായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അത് വലിയൊരു ഇതാണ്.
ഒരുപാട് സന്തോഷം. അപ്പോൾ ചേച്ചിയുടെ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഒരുപാട് സന്തോഷം. ഇനി ഈ പറയുന്ന പോലെ നമുക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും എല്ലാം മേടിച്ചിട്ട് പിന്നെ ഇതുപോലെ ഇരിക്കുക. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ വന്നിരിക്കുന്ന എല്ലാവരോടും അവസാനം പറയുന്ന ഒറ്റ ഡയലോഗാണ്, ഒരുപാട് വിജയങ്ങളിലേക്ക് എത്തട്ടെ. വിജയങ്ങൾ എത്തുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചോദിച്ച് വിളിക്കും, അന്നേരം മോൻ തിരിച്ച് വെക്കരുത്, വരണം, ഇരിക്കണം, രണ്ടു വാക്ക് സംസാരിക്കണം. തീർച്ചയായിട്ടും എന്നെ ഇതിലേക്ക് വിളിച്ച ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റിനും അജുപ്പാനോട് ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.